ക്ലാമ്പ് മീറ്റർ, മൾട്ടിമീറ്റർ പോലത്തെ മീറ്ററുകൾ കയ്യിലില്ലെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് മോട്ടോറിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടെത്താൻ സാധിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് പാനൽ ബോർഡിൻ്റെ അടിഭാഗത്തായി PN എന്ന മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഹായ് ഫ്രണ്ട്സ്, പോലോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിലെ മോട്ടോർ കംപ്ലൈന്റ് ഉണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ശരിയാക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. എന്നാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായും കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒട്ടുമിക്ക മോട്ടോർ കംപ്ലൈന്റുകളും നിങ്ങൾക്ക് തന്നെ തീർക്കാൻ സാധിക്കും. ഇലക്ട്രിക് വർക്ക് അറിയാത്തവരാണ് മോട്ടോർ കംപ്ലൈന്റ് നോക്കുന്നത് എങ്കിൽ പാനൽ ബോർഡും സ്വിച്ച് ബോർഡും അയക്കുന്നതിന് മുമ്പ് നിർബന്ധമായും മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം. സ്വിച്ച് ബോർഡ് അയക്കാതെ തന്നെ സാധാരണക്കാർക്ക് മോട്ടോർ കംപ്ലൈന്റ് നോക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബോർവെൽ മോട്ടോർ ആണെങ്കിൽ ആംപിയർ മീറ്റർ മാത്രം നോക്കി തന്നെ നമുക്ക് കിണറിൽ വെള്ളമുണ്ടോ, മോട്ടോർ സ്റ്റക്കാണോ, അതോ മോട്ടോറിൻ്റെ പൈപ്പ് പൊട്ടിയതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ സ്റ്റക്കായ മോട്ടോർ എങ്ങനെ നമുക്ക് സ്റ്റക്ക് ഒഴിവാക്കി കറക്റ്റായി വർക്ക് ചെയ്യിപ്പിക്കാം എന്നും ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോർവെൽ മോട്ടോർ, കുഴൽ കിണറിലെ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പാനൽ ബോർഡിൽ ആംപിയർ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അഥവാ ആംപിയർ മീറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു മൾട്ടിമീറ്ററോ ഒരു ക്ലാമ്പ് മീറ്ററോ ഉപയോഗിച്ച് ആംപിയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കാണിക്കുന്ന ഈ പാനൽ ബോർഡിൻ്റെ ആംപിയർ മീറ്റർ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ ആണെങ്കിൽ ഒരു നിലക്കും മോട്ടോർ വർക്ക് ചെയ്യില്ല. അതിനുള്ള കാരണം ആംപിയർ മീറ്റർ വഴിയാണ് മോട്ടോറിലേക്ക് കറണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആംപിയർ മീറ്റർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു നിലക്കും നമ്മുടെ മോട്ടോറിലേക്കുള്ള കറണ്ട് കണക്ഷൻ കിട്ടുകയില്ല. ക്ലാമ്പ് മീറ്റർ, മൾട്ടിമീറ്റർ പോലത്തെ മീറ്ററുകൾ കയ്യിലില്ലെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് മോട്ടോറിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടെത്താൻ സാധിക്കും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് പാനൽ ബോർഡിൻ്റെ അടിഭാഗത്തായി PN എന്ന മാർക്ക് ചെയ്തിട്ടുണ്ടാകും. P എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്താണ് ഫേസ് കണക്ഷൻ എത്തുക, അഥവാ കറണ്ട് കണക്ഷൻ എത്തുന്നത്. N എന്ന് മാർക്ക് ചെയ്ത ആ ഭാഗത്താണ് ന്യൂട്രൽ കണക്ഷൻ എത്തുന്നത്. പിന്നെ നമ്മൾ പാനൽ ബോർഡിൽ കാണുന്നത് RYB എന്നുള്ള കണക്ഷനാണ്. RYB എന്ന് എഴുതിയത് R റെഡ് കളറും Y യെല്ലോ കളറും B ബ്ലൂ കളർ വയറുമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ റെഡ് കളർ വയർ ഫേസും യെല്ലോ കളർ വയർ കപ്പാസിറ്റർ വയറും ബ്ലൂ കളർ വയർ ന്യൂട്രലുമാണ്. പാനൽ ബോർഡിൽ നിന്നും കപ്പാസിറ്റർ ഊരിയതിനു ശേഷം കപ്പാസിറ്ററിൻ്റെ ഒരു വയർ നേരെ യെല്ലോ കളർ വയറിൽ കൂട്ടിപ്പിരിച്ച് കണക്ഷൻ കൊടുക്കുക. കപ്പാസിറ്ററിൻ്റെ അടുത്ത വയർ P എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഫേസ് വയറിൽ കണക്ട് ചെയ്യുക. ഈ വയറിലേക്ക് തന്നെ മോട്ടോറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന R എന്ന് എഴുതിയ റെഡ് കളർ വയറും കണക്ട് ചെയ്യുക. ഇനി N എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തുള്ള വയറിലേക്ക് മോട്ടോറിൻ്റെ ഭാഗത്തുള്ള ബ്ലൂ കളർ B എന്ന് എഴുതിയ വയർ കണക്ട് ചെയ്യുക. എന്നതിന് ശേഷം മോട്ടോറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാനൽ ബോർഡിൻ്റെ ഭാഗത്തുള്ള ഏതൊരു കംപ്ലൈൻറ്റ് ആണെങ്കിലും ഡയറക്റ്റായി തന്നെ നമുക്ക് മോട്ടോർ വർക്ക് ചെയ്യും. പാനൽ ബോർഡ് ഇല്ലാതെയാണ് അപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുക. ഈ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. യെല്ലോ കളർ വയർ ഡയറക്റ്റായി നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഒരു വയറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം കപ്പാസിറ്ററിൻ്റെ ഒരു വയറും റെഡ് കളർ വയറും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വയറും നേരെ ഒരുമിച്ച് കണക്ട് ചെയ്യുക. അതിനുശേഷം ന്യൂട്രൽ വയറാണ് ബ്ലൂ വയർ, അതുപോലെ തന്നെ N എന്ന് എഴുതിയ ഭാഗത്തുള്ള വയറും ന്യൂട്രലാണ്. ഇത് രണ്ടും കൂട്ടിപ്പിരിച്ച് അതും ജോയിൻ ചെയ്ത് ഡയറക്റ്റായി നമുക്ക് മോട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാം. പാനൽ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ
അടുത്തതായി പാനൽ ബോർഡ് പുതിയതായി വാങ്ങി ഇതുപോലെ കണക്ഷൻ കൊടുത്താൽ മതി. RYB എന്ന് എഴുതിയ ഭാഗം മോട്ടോറിന്റെ ഭാഗത്തുള്ള ലൈനും അതുപോലെ തന്നെ PN എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഫേസും ന്യൂട്രലും വയറുമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറണ്ട് വരുന്ന ഭാഗമാണ് PN എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം. ഇതിന്റെ ഔട്ടാണ് RYB എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണ പമ്പിനെല്ലാം 2 വയറാണ്, ന്യൂട്രൽ ഫേസും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു വയർ കൂടുതലായുള്ള കാരണം കപ്പാസിറ്റർ വയറാണ്, യെല്ലോ കളർ വയർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.